ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ചിക്കൻ പാസ്ത റെസിപ്പിയാണ്. വൈറ്റ് സോസ് വെച്ചിട്ടുള്ള പാസ്ത റെസിപ്പി. അത് ബേക്ക് ചെയ്തിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സിറാച്ച സോസും അതേപോലെ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോസുകൾ ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സിറാച്ചയ്ക്ക് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം അതേപോലെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ മൂടി വെച്ചിട്ട് ചിക്കൻ വേകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് പാസ്ത റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ആവശ്യത്തിനുള്ള വെള്ളം ബോയിൽ ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പാസ്ത ഇട്ട് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. പാസ്ത ഒരുപാട് വെന്ത് പോകരുത്, കാരണം നമ്മളിതിനെ ബേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് സ്റ്റിക്കി ആയി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഊറ്റിയെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. ഇതിലേക്ക് കുക്ക് ചെയ്തിട്ടുള്ള പാസ്ത ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാണ്. ഫ്ലെയിം ഓൺ ആക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കിയതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക. മൈദ ഒരുപാട് ബ്രൗൺ ആവണ വരെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ എപ്പോഴും ഒരു ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ ഇത് കട്ടയാവാതെ ഇരിക്കും. അതൊരു ടിപ്പാണ്. അപ്പോൾ തണുത്ത പാൽ ഒഴിക്കണതിനെക്കാട്ടിലും നമുക്ക് വാം മിൽക്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീം കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ക്രീമിന് പകരം നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു അത്യാവശ്യം കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കട്ടിയാക്കിയാൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ലെയർ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് ചിക്കനും പാസ്തയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ മുകളിൽ ഇതേപോലെ ചിക്കനും പാസ്തയും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് മൊസറല്ല ചീസും ചെദാർ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തൊരു ലെയർ ചിക്കൻ പാസ്ത മിക്സ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള വൈറ്റ് സോസും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. ബേക്കിംഗ് ടൈം വരുന്നത് 20-25 മിനിറ്റ്സ് ആണ്. 200 ഡിഗ്രിയിൽ ഇത് ബേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളെ പാസ്ത ബേക്ക് റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പാർട്ടികളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസ്തയും വൈറ്റ് സോസും മാത്രം വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.